നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. നീ തൊടുന്ന എല്ലാറ്റിലും യഹോവ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കുമെന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ അനവധി അനുഗ്രഹങ്ങളുടെ വചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് ഏതൊരു വിശ്വാസിയാണ് സന്തോഷിപ്പിക്കാത്തത്? ഈ തുടർന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 23-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിക്കട്ടെ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവം നമ്മോട് വാക്ക് പറഞ്ഞതൊക്കെ കൃത്യസമയത്ത് നമുക്ക് നൽകുമെന്നുള്ളത് നമ്മുടെ ഉറപ്പായിരിക്കണം. നീ തൊടുന്ന എല്ലാറ്റിലും യഹോവ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും എന്ന് നമ്മൾ ആദ്യം വായിച്ചല്ലോ. അപ്പോൾ എല്ലാം അങ്ങ് തൊട്ടനുഗ്രഹിക്കാനുള്ള ഒരു ശ്രമമാണ് പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. 127-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അല്പമെങ്കിലും ബൈബിൾ ജ്ഞാനമുള്ള ഏതൊരാളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന തിരുവചന ഭാഗം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു അധ്യായമാണ് 23-ാം സങ്കീർത്തനം. യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് രാജാവ് എന്ന വലിയ പദവി വരെ ഉയർത്തപ്പെട്ട ഒരു ഇടയബാലൻ എഴുതിയ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. താൻ ഒരു ആട്ടിടയനായിരുന്നു, എന്നാൽ ഇപ്പോൾ താൻ രാജാവാണ്. താൻ പറയുന്നത്, യഹോവ എനിക്ക് ഇടയനാണ്, എൻ്റെ ആടുകളും ഞാനും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഞാൻ അവയെ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്, പോറ്റുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അതേ നിലയിൽ തന്നെയാണ് യഹോവയായ ദൈവവും എന്നെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ, അന്നന്ന് വേണ്ടത് അന്നന്ന് തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളിൽ പലരും അങ്ങനെയുള്ള പ്രാർത്ഥന ഒഴിച്ചു നിർത്തുമ്പോഴും അത് പ്രാർത്ഥനയല്ലാതാവില്ലല്ലോ. ദൈവം അനുവദിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഈ ആയുസ്സിൽ ഇവിടെ വെച്ച് തന്നെ ദൈവം നമുക്ക് നൽകാതിരിക്കില്ല. വെപ്രാളപ്പെട്ട് നെട്ടോട്ടമോടേണ്ട കാര്യമൊന്നുമില്ല. 127-ാം സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്ന കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും ഒക്കെ വ്യർത്ഥമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരും അതിരാവിലെ എഴുന്നേൽക്കരുതെന്നല്ല, കഠിനാധ്വാനം ചെയ്യരുതെന്നല്ല, അധ്വാനിക്കരുതെന്നുമല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമായ കാര്യമാണ്. എന്നാൽ അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം പാടില്ല. ഒരു വ്യവസായ പ്രമുഖൻ കടൽ തീരത്തുകൂടി ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. അയന്ന സവാരിയെന്നോ പ്രഭാത സവാരിയെന്നോ ഒന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. അതൊന്നും കണ്ടും കേട്ടുമൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു മുക്കുവനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തികഞ്ഞ സംതൃപ്തിയോടെ കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഈ വ്യവസായ പ്രമുഖന് അല്പമല്ലാത്ത ഒരു അമ്പരപ്പുണ്ടായി. താൻ ഇത്രയും വലിയ പണക്കാരനായിട്ടും എപ്പോഴും ഉത്കണ്ഠയാണ് തനിക്കുള്ളത്. എന്നാൽ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ യാതൊരു ഉത്കണ്ഠയുടെയും ലക്ഷണമില്ല. തന്നെയുമല്ല, സംതൃപ്തമായ ഒരനുഭവം അദ്ദേഹത്തിനുണ്ട് എന്ന് ആ മുഖഭാവം വിളിച്ചറിയിക്കുന്നു. ഈ വ്യവസായ പ്രമുഖൻ താല്പര്യത്തോടെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് മീൻ പിടിക്കാത്തത്? ഇപ്പോൾ നല്ലോണം മീൻ കിട്ടുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നല്ലോ. അനേകരും വളരെ വെപ്രാളത്തോടെ ഓടുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ തണുപ്പൻ മട്ടിലായിരുന്നു. ഈ ദിവസത്തേക്കുള്ള മത്സ്യം ഞാൻ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അല്പം വിശ്രമിക്കുക. സായി അപ്പോൾ ചോദിച്ചു, അതിനെന്താ, കൂടുതൽ അല്പം മത്സ്യം പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഉടൻ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെയും പണമുണ്ടാക്കുന്നത് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ആ വ്യവസായിക്ക് പിന്നെയും അമ്പരപ്പായി. അയാൾ ഈ പാവം പിടിച്ച മീൻപിടുത്തക്കാരനെ
ബോധവൽക്കരിക്കാൻ തീരുമാനിച്ചു. കൂടുതൽ മത്സ്യം പിടിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പണമുണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ വള്ളത്തിന് ഒരു മോട്ടോർ ഘടിപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകാം. കൂടുതൽ മത്സ്യം കിട്ടാൻ അതുവഴി സഹായമാകും. അതിനുശേഷം നിങ്ങൾക്ക് നൈലോൺ വല വാങ്ങാം. അപ്പോൾ കൂടുതൽ മത്സ്യമായി, കൂടുതൽ പണമായി. കുറെ കൂടി കഴിയുമ്പോൾ താങ്കൾക്ക് 2 വള്ളങ്ങൾ വാങ്ങാം. ഒടുവിൽ ധാരാളം സമ്പാദിച്ചിട്ട് ഒരു വലിയ മത്സ്യ വ്യവസായിയായി മാറാം. എന്നെപ്പോലെ താങ്കൾക്കും സമ്പന്നനാകാം. തണുപ്പൻ മട്ടിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പ്രതിവചിച്ചു. അങ്ങനെ വലിയ സമ്പന്നനായിട്ട് ഞാൻ എന്തു ചെയ്യും? വ്യവസായി പറഞ്ഞു, അപ്പോൾ താങ്കൾക്ക് ജീവിതം നന്നായി ആസ്വദിക്കാൻ കഴിയും. സാധുവായ ആ മീൻപിടുത്തക്കാരൻ അയാൾക്ക് ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: ഞാനിപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പോഴും ഞാൻ നല്ലോണം എൻ്റെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അധികമൊന്നും സംസാരിക്കാതെ ആ വ്യവസായി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഈ സാധുവായ മീൻപിടുത്തക്കാരനെ പോലെ നമ്മളും അങ്ങനെ ആയിക്കൊള്ളണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദാവീദിനെ പോലെ ഒരു ഉറപ്പുണ്ടാവണം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതേ പ്രിയരെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മുടെ സാധാരണ അധ്വാനത്തിൽ തന്നെ ദൈവം നമുക്ക് ആവശ്യമായ നന്മയും പ്രതിഫലങ്ങളും നൽകും. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയിൽ ആശ്രയിച്ച് അധ്വാനിപ്പാനുള്ള ദൈവകൃപയും ആരോഗ്യവും നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.